തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ വെല്ലുവിളിക്കടി. തന്തയ്ക്ക് നിന്റെ അമ്മേനെ ഗ്രൂപ്പിലാടിയടി. നിന്നെ വെല്ലുവിളിക്കുക തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ. ഇനി നീ കണ്ടോ വരാൻ പോണ കളികൾ നീ കണ്ടോ. ചങ്ങാതിക്കൂട്ടർ അവൻ്റെ കണ്ടമ്പഴി ഓടുന്നത് നീ കണ്ടോ. അവൻ ഓൾറെഡി ഓടി, എന്നിട്ട് അവൻ വേറെ കളിയാണ് കളിക്കുന്നത്. എടി ആണ് മെണ്ണ് കേട്ട ശിഖണ്ഡി. എടി മോളെ ഡെൻസൻ. നമസ്കാരം. ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഇറ്റലിയിലുള്ള വിപിൻ എന്ന മലയാളിയുടെ ഓഡിയോ സന്ദേശമാണ്. ഇദ്ദേഹം വളരെ വൃത്തികെട്ട രീതിയിൽ, അതായത് സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെപ്പോലും പരാമർശിക്കുന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, മലയാളി നഴ്സുമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ഒരു ശബ്ദ സന്ദേശമാണ്. ആ ഗ്രൂപ്പിൽ ഒരുപാട് മലയാളി നഴ്സുമാരുണ്ട്. അവരെല്ലാം തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിന് ഒരു വാർത്താ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. അതായത് ഓർക്കസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടുള്ള റിക്രൂട്ടിംഗ് കമ്പനിയുടെ ഭാഗമായാണ് ഭാര്യയുടെ പാവാട വിസ എന്ന് മലയാളികൾ പുച്ഛിക്കുന്ന ഡിപ്പെൻഡിങ് വിസയിൽ ഇറ്റലിയിൽ എത്തി നിൽക്കുന്ന ഈ വിപിൻ ജോലി ചെയ്തു വരുന്നത്. ഈ വിപിൻ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒറാക്കസിൻ്റെ പേരിൽ വരുന്ന ഈ ജോലികളെ സംബന്ധിച്ചിട്ടുള്ള റിക്രൂട്ടിംഗ് മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ പല വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജുകളും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഈ ഗ്രൂപ്പിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ചർച്ച എന്ന് പറയുന്നത് മലയാളികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ റിക്രൂട്ടിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം മാർച്ച് 30 ഒരു വാർത്ത ചെയ്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വിപിനും സംഘവും ഈ ഒരു വാർത്ത ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ ബേസായി പ്രവർത്തിക്കുന്ന ഒരു റിക്രൂട്ടിംഗ് കമ്പനി, ഈ റിക്രൂട്ടിംഗ് കമ്പനി കോതമംഗലത്തുള്ള ഒരു സ്വദേശിയിൽ നിന്നും പണം വാങ്ങി വിദേശത്തേക്ക് കടത്തുകയും അവിടെ നിന്ന് ജോലി നൽകിയില്ല എന്ന് പറഞ്ഞ് അവർ എങ്ങനെയോ നാട്ടിലെത്തി, വിപിൻ്റെ സഹായത്തോടെ നാട്ടിലെത്തി. അതുകൊണ്ട് തന്നെ ഇതിന് നഷ്ടപരിഹാരം വേണം ഈ ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ചെയ്തിരിക്കുന്നത്. ആ വാർത്തയിൽ പറയുന്ന കോതമംഗലം സ്വദേശിയുമായി നമ്മൾ സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത്, ഷെഫായാണ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്, 1 ലക്ഷം രൂപയായിരുന്നു അവിടെ സാലറി പറഞ്ഞിരുന്നത് എന്ന് ആ വ്യക്തി വ്യക്തമായി പറയുന്നു. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത്, എനിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. എക്സ്പീരിയൻസ് കോയമ്പത്തൂരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ, തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ ബാംഗ്ലൂരിലുള്ള ഏജൻസി, റിക്രൂട്ടിംഗ് ഏജൻസി വ്യാജമായി ശരിയാക്കി തരാം എന്ന് പറയുകയും അതിൽ താൻ പണം കൊടുത്ത് വ്യാജരേഖ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് തനിക്ക് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞതും. മാത്രമല്ല അവിടെ ചെന്നപ്പോൾ തൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അതേ കമ്പനിയെ തന്നെ നാട്ടിലേക്ക് വിട്ടതെന്നും ആണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ വിപിനും സംഘവും പറയുന്നത് അല്ല, ഈ കമ്പനിക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അതായത് താൻ അവിടെ എത്തുന്ന ഘട്ടത്തിൽ, പാവാട വിസയിൽ എത്തുന്ന ഘട്ടത്തിൽ അവിടെ നിൽക്കുന്നു, ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗമായൊക്കെ പ്രവർത്തിക്കുന്നു, പലരെയും നാട്ടിൽ നിന്ന് മനുഷ്യക്കടത്തും റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടത്തുന്നു, അങ്ങനെ അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു. താൻ ഭാഗമായി നിൽക്കുന്ന കമ്പനി മാത്രമാണ് ഏറ്റവും നന്നായി ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്, മറ്റുള്ളവരെല്ലാം വലിയ തട്ടിപ്പാണെന്ന് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുക. ഇതൊക്കെ തന്നെയാണ് ഈ വിപിനെ പോലെയുള്ള പാവാട വിസയിൽ എത്തുന്ന ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തുന്നവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം, ഈ വിപിൻ്റെ ഈ കള്ളത്തരം, ഈ വ്യാജ വാർത്ത, ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയെ പൂർണ്ണമായും തകർക്കാനുള്ള വ്യാജ വാർത്ത, ആ വ്യാജ വാർത്തയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു കൊച്ചിയിലെ ഏതാനും ഓൺലൈൻ മാധ്യമപ്രവർത്തകർ. പ്രത്യേകിച്ച് ചങ്ങാതിക്കൂട്ടത്തിലെ ബിനീഷ് അടക്കമുള്ളവർ തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് നേരിടുകയാണ് ചങ്ങാതിക്കൂട്ടം ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന മീഡിയ. മാത്രമല്ല അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ബിനീഷും വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ആരാണ് ഈ പറയുന്ന ഈ പരാതിക്കാരൻ എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി അന്വേഷിച്ചു. കോതമംഗലക്കാരൻ ആരാണെന്ന് അന്വേഷിച്ചു. അയാളോട് സംസാരിച്ച ഘട്ടത്തിൽ അയാൾ പുറത്തിറക്കിയ ഒരു വീഡിയോ അടക്കം തന്നെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവിടെ നിന്ന് ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അടക്കം
കണ്ടിരുന്നു. മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിപിൻ ആരാണെന്നുള്ള ഒരു അന്വേഷണം ഞങ്ങൾ നടത്തി നോക്കുമ്പോൾ വിപിൻ അവിടെ നിന്ന് ധാരാളം പേരെ ഈ മനുഷ്യക്കടത്ത് നടത്തി പറ്റിച്ച സംഘത്തിൻ്റെ പ്രധാനിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. വിപിൻ സ്ഥിരമായി ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് അയക്കുകയും അതിനെ തുടർന്ന് അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പ്രശ്നങ്ങൾ രൂപപ്പെടുകയും സ്ഥിരമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാലയുള്ള ഒരു സിലി എന്ന് പറയുന്ന സ്ത്രീയെ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഓഡിയോകളും വീഡിയോകളും ഒക്കെ തന്നെയാണ് ഇദ്ദേഹം സ്ഥിരമായി ഇറക്കാറ്. സിലി എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് നമുക്ക് ആകെ തോന്നുന്നത് ഒരു കടമ, സ്ത്രീയാണ്. കരഞ്ഞ് കാലി പിടിച്ച് ബ്രോ എന്തെങ്കിലും വന്നാൽ അത് ഡിലീറ്റ് ചെയ്യണം, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് കോവി കിടന്ന യക്ഷിയാണ് അവള്. യക്ഷി, മനസ്സിലായോ? അവളായിട്ട് പറ്റിക്കപ്പെട്ട എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എടീ മോളെ, നിന്റെ അമ്മയുടെ കൂട്ടിലെ ചങ്ങാതിക്കോട്ടല്ലടി നിന്റെ അമ്മ ചങ്ങാതിക്കോട്ടത്തിൽ ഊത്താലും നീ ആരെ കൊണ്ട് നീ എന്തൊക്കെ ചെയ്താലും സത്യമല്ലാതായി മാറിയല്ല. എടീ നീ വെറും എന്ന് പറഞ്ഞോണ്ടല്ലോ, നീ ആൾക്കാരെ പറ്റിച്ചു കൂട്ടിയ നിന്റെ തരങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പേര് നീ പട്ടി കിട്ടും. തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ വെല്ലുവിളിക്കടി. തന്തയ്ക്ക് നിന്റെ അമ്മേനെ ഗ്രൂപ്പിൽ ആടിയടി, നിന്നെ വെല്ലുവിളിക്കുക. തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ ഇനി നീ കണ്ടോ വരാൻ പോണ കളികൾ നീ കണ്ടോ. ചങ്ങാതിക്കൂട്ടർ അവൻ്റെ കണ്ടമ്പഴി ഓടുന്നത് നീ കണ്ടോ. അവൻ ഓൾറെഡി ഓടി, എന്നിട്ട് അവൻ വേറെ കളിയാണ് കളിക്കുന്നത്. എടി ആണും പെണ്ണും കേട്ട ശിഖണ്ഡി, എടി മോളെ, ഡാൻസൻ മടുത്തിട്ട് നീ എൻ്റെ അടുത്ത് കളിക്കുന്ന പട്ടി, നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഈ സ്ത്രീയെ രാത്രി അടക്കം തന്നെ നിരവധി സമയങ്ങളിൽ വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ തന്നെ ഉപദ്രവിക്കാവോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഉപദ്രവിക്കുക. താൻ വർക്ക് ചെയ്യുന്ന കമ്പനി, താൻ ഭാഗമായ കമ്പനി, ആ റിക്രൂട്ടിംഗ് കമ്പനി ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റെല്ലാം തന്നെ വ്യാജമാണ് എന്ന തരത്തിലേക്ക് ആർക്കൊക്കെയോ വേണ്ടി പണം വാങ്ങി പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളെയെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് വാർത്തയിക്കുക എന്നുള്ളതെല്ലാം തന്നെയാണ് ഇവ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാധ്യമപ്രവർത്തകർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. പക്ഷേ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സത്യസന്ധമായി ആരുടെയും പണം വാങ്ങാതെ വാർത്ത ചെയ്യുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ആരെങ്കിലും തന്നെ സൈബർ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവർക്കെതിരെ ഒരു അറ്റാക്കിന് നടത്താൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അതിനെ നേരിടുകയും വിപിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇതുവരെ നടത്തിയിട്ടുള്ള സകല ഇടപാടുകളും ഞങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് വിപിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നിയമപരമായി തന്നെ ഞങ്ങൾ അന്വേഷിക്കും എന്നുള്ള കാര്യം വിപിനോട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല വിപിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആർക്കെങ്കിലും എതിരെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിങ്ങൾക്ക് എംബസി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വഴിയോ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ആർക്കും തടസ്സമില്ല, ഞങ്ങൾക്കും തടസ്സമില്ല. പക്ഷേ വെറുതെ മെക്കിട്ട് കയറാൻ വേണ്ടി മാധ്യമപ്രവർത്തകർക്കെതിരെ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വിപിൻ്റെ വീടറിയാം, നാടറിയാം, വീട്ടിലെ ആളുകളെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, വെറുതെ മാധ്യമപ്രവർത്തകരെ ഉപദ്രവിക്കാൻ നിൽക്കരുത്, അവരെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ വിപിൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓരോ എപ്പിസോഡായി ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടതായി വരും എന്നുള്ളത് മാത്രമാണ് വിപിനോട് പറയാനുള്ളത്.